ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വിശാലിലോട്ടാണ്. വിശാലി പോലെ ഗായ്സ്, നമ്മളിന്ന് വിശാലി പോണ്. സെറ്റാ ഉണ്ണിക്കൂട്ടം ഫിറ്റാ. വിശാലെന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര വില കുറച്ച് കിട്ടുന്ന ഒരു കടയാണ്. ഇവിടുത്തെ വിശാലയാണ് ഗൈസ്. ഇതിന് എത്ര? 299. ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല. അവനങ്ങ് ഭയങ്കര ഇതായിട്ട് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് നല്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്കിപ്പോ അവന് ഞങ്ങളെല്ലാം പോയി അവിടുന്ന് സാധനം എടുക്കുന്നത്, മിക്കവാറും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകും. അത് പറയാം, അത് ഭയങ്കര ഇഷ്ടമാണ്. അതെ, മെയിനായിട്ട് അവിടെ ഒന്ന് കേറണം എന്നുള്ളത് ആഗ്രഹം പറഞ്ഞപ്പോ നമ്മൾ കൊണ്ടുപോകണം. അതെ, നമ്മള് വിശാലിലോട്ടൊന്ന് പോവാം, നോക്കാം. അവിടെ എല്ലാ സാധനവും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ തുണിക്കട മാത്രം. നീയും തുണിക്കട ഉള്ളന്നല്ലടാ വിചാരിച്ചത്. ഞാൻ തുണിക്കട, പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ അന്ന് ബെഡ്ഷീറ്റ് ഒക്കെ അത് പിന്നെ ഇരുമ്പാണല്ലോ. എന്താ പറയാനെന്ന് പറ. പിന്നെ ഇതും പാത്രങ്ങളും, പാത്രമുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, മിച്ചറുണ്ട്, ഇത് പലചരക്കുകളൊക്കെ ഉണ്ട്. അതിനകത്തുണ്ട് അത്യാവശ്യം കുറെ സാധനങ്ങളുണ്ട്. ഇത് കാണുമ്പോ എല്ലാരും വിചാരിക്കും പ്രൊമോഷൻ വീഡിയോ. എന്തായാലും നമ്മള് വിശാലി ക്വാളിറ്റി കുറവാ. ആണോ? ക്വാളിറ്റി കുറവാ. ഞാൻ ചെരുപ്പ് വാങ്ങിയിട്ട് അത് എന്തോ വൈകിട്ട് വന്ന് ഇട്ടപ്പോ തന്നെ പൊട്ടിപ്പോയി. പിന്നെ മാറി ആണോ? നമുക്കത് ഓൺലൈനായിട്ടും ഉണ്ടെന്ന് തോന്നുന്നു. നീ എന്താ ഒത്തിരി അവളാ എന്നിട്ട് പറഞ്ഞത് പ്രൊമോഷൻ ഇല്ല കേട്ടോ, പിന്നെ ഇത് ഓൺലൈനിലും ഉണ്ട് കേട്ടോ. എന്റെ കൂട്ടുകാരൻ വിശാലിന്റെ വീട്, കൂട്ടുകാരന്റെ വീട് വിടാ വിശാലിന്റെ. ഇവിടുന്ന് കുറച്ചുകൂടെ പോണം. അങ്ങനെ നമ്മൾ വിശാലിൽ വന്നിരിക്കുകയാണ്. ആണ്ട നിങ്ങളുടെ വരവ് കണ്ടാലേ പേടിയാ. ശരാ, നീ കാണിച്ച് ജ്യോതികാഴ്ച പുതിയ ബാഗും പൊക്കിക്കൊണ്ട് വന്നിട്ട് കാണിച്ചടി. ആന, 2 ആനയുടെ എത്ര ഓടി കൊറേ പാവയൊക്കെ ഉണ്ട്. പക്ഷെ കൊറേ സാധനം ഉണ്ടല്ലോ അവിടെ. അത്യാവശ്യം കൊറേ സാധനം ഉണ്ട്. എല്ലാ സംഭവം ഉണ്ട് അത്യാവശ്യം. ഇതിനെവിടെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഫുട്ബോളുണ്ട് ഇവിടെ. എന്തൊക്കെയോ കൊറേ സാധനം. കൊള്ളാം. അങ്ങനെ നമ്മള് ഗേൾസിന്റെ സെക്ഷനിൽ നിന്ന് ഇറങ്ങി. അവരവിടെ തപ്പുന്നുണ്ട്. അവിടെ ഗേൾസിന്റെ സെക്ഷൻ മാത്രമല്ല, മറ്റേ ഇലക്ട്രോണിക്സ്, അങ്ങനെ കുറെ ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, അങ്ങനത്തെ സാധനമൊക്കെയാണ്. നമ്മളിനി മെൻസിന്റെ സെക്ഷനിലേക്ക് പോവാണ്. ലിഫ്റ്റ്, ഗ്രൗണ്ട് ഫ്ലോർ. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലെത്തി. അത് പേടിക്കണ്ട, പേടിച്ചു പോയി ചേട്ടാ. കൊള്ളാമല്ലോ, കുറെ ഉണ്ട് ഗൈസ്. ഒന്ന് തെരഞ്ഞിട്ട് വരാം. ഇത്ര എടുത്തു ഗൈസ്. ബഡ്സ് മേടിക്കാൻ വന്നിട്ട് ബഡ്സ് ഒഴികെ ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. അമ്മ അവിടെ സ്റ്റക്കാണ്. അമ്മയും കൊണ്ട് ഒരു വഴിക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാ വീട്ടിലും അമ്മമാരിങ്ങനെയാണോ ഗൈസ്? കണ്ട അവര് പോകുന്നു. ക്വാളിറ്റി ടെസ്റ്റിംഗ് പൊട്ടുമെന്ന് നോക്കിയതാണ്. ഞാനൊരു വാട്ടർ ബോട്ടിൽ എടുക്കാനായിട്ടാണ്. എനിക്ക് ഒരു വാട്ടർ ബോട്ടിൽ വേണം അത്യാവശ്യം.
ഇതൊക്കെ മറ്റേ അമ്മാവന്റെ മോനാണെങ്കിലും അതെ, ഇതൊക്കെ ജാപാങ്കാലത്തെ ഡിസൈൻ ആണെങ്കിൽ പോലും പൈസക്ക് ലാഭമാണ് ഗൈസ്. പിന്നെ മറ്റേ ഡെയിലി യൂസിനല്ല. അതെ, കുറേ ഉണ്ട്. ഞങ്ങള് ജെൻസ് അല്ല, ഇത് മെൻസിന്റെ ആണോ ഇതിപ്പോ? ഇതുണ്ടോ ന്യൂ ബാലൻസിന്റെ അമ്മാവൻ 390 രൂപ ഉള്ളൂ ഗൈസ്. അഡിഡാസിന്റെ കണ്ട കൊച്ചൻ കണ്ടോ? എത്ര രൂപ? 399. ഭയങ്കര ലാഭമോ ഇവിടെ? കൊള്ളാം. ഇപ്പൊ 2 തവണ കേറി ഇറങ്ങി ഗൈസ്. ഞാനിപ്പോ താഴെ തന്നെ ആയിരുന്നു. ഇവര് പിന്നെ എന്നെ കാണുന്നില്ലെന്നും പറഞ്ഞോണ്ട് ഇറങ്ങി വന്ന. ഞാൻ 2 ടീഷർട്ടും 1 നിക്കറും എടുത്തു. 2 നിക്കർ എടുത്തു. എനിക്കൊരു കറുത്ത ഡ്രസ് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു കറുത്ത ഡ്രസ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഭയങ്കര വിലയാണ്. അച്ഛൻ എവിടെയെങ്കിലും ഞെക്കാതെ ഇത് പോവോ? ചെരുപ്പൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇട്ട് നോക്കി തരും. എങ്ങനെ കുഴപ്പമില്ല പൊന്നെ. അങ്ങനെ നമ്മളങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് ഇറങ്ങി. അങ്ങനെ നമ്മൾ വിശാലിൽ നിന്ന് ഇറങ്ങി. വിശാലിൽ നിന്ന് ഒരു വലിയ പറ സാധനമായി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഷോയോ? തെളിവുണ്ട് തള്ള ഇതിനകത്ത് കേട്ടോ. 3000 രൂപ. അതെ, വിശാലിന്റെ അവരുടെ തന്നെയാന്ന് പറഞ്ഞ നല്ല തേയിലയാന്ന് ആ ജോലി ചെയ്യുന്നവര് പറഞ്ഞു. അത് 1 കിലോ തേയില എന്ന് തീരാരാ. നല്ല തിരക്കുണ്ട്, നല്ല ട്രാഫിക്കാ. നമ്മള് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജംബോ സർക്കസിന്റെ വാതിക്ക് വരെ പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് ഇങ്ങ് വരിക. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. അതൊക്കെ നടക്കുന്നുണ്ടോ, നന്നായിട്ടാണോ, കാശിടപാടൊക്കെ ശരിയാണോ, എന്നൊക്കെ നമ്മളല്ലേ നടത്തുന്നേ. സിംഹവും പുലിയൊക്കെ കറക്റ്റായിട്ട് ഫുഡ്. ഐ.ടി. ജംഗ്ഷനാണ്, നല്ല തിരക്ക്, നല്ല ട്രാഫിക്കാണ്. എനിക്കൊന്ന് ഐ.ടി. വിട്ടതിന്റെ ആയിരിക്കും. ഇവനാ എന്നെ സത്യം പറഞ്ഞ ഇവൻ എന്നെ വൃത്തികെട്ടവളാക്കുക. ഇവന്റെ പന്ന സ്വഭാവം ഒക്കെ എനിക്ക് വരിക. എന്നിട്ട് ഇവൻ തന്നെ എന്നെ കുറ്റം പറയുക. നിങ്ങൾ അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുക. ഞങ്ങള് ഇപ്പൊ നാരങ്ങാവെള്ളം കുടിക്കാനായിട്ട് നടത്തിയതാണ് ഗൈസ്. ഒരു നാരങ്ങാവെള്ളം, എല്ലാവർക്കും ഓരോ നാരങ്ങാവെള്ളം. ബൈ ദ വേ വി ആർ ഗോയിങ് ടു ജംബോ സർക്കസ്. നമ്മൾ ജംബോ സർക്കസ് നോക്കാം, പോയി നോക്കാം, ഉണ്ടായിരിക്കും. നമ്മുടെ നാരങ്ങാവെള്ളം കിട്ടി ഗൈസ്. ഞാൻ ഇത്രയും കുടിച്ചു, അമ്മ ഇത്രയും കുടിക്കുന്നു, എല്ലാരും കുടിച്ചോണ്ടിരിക്കുന്നു. അവിടുന്ന് പഞ്ചസാര പുള്ളിക്കാരന് കൊടുക്കാൻ പോയതാണ്, ആർക്കറിയാം. നമ്മളിവിടെ വന്നിരിക്കുകയാണ് ഗൈസ്, ജംബോ സർക്കസ്. അകത്ത് കയറ്റാന്നൊക്കെ പറയുന്ന ആർക്കറിയാം. ആതിര ചേച്ചി എന്തൊക്കെയായിരുന്നു പറയുന്നത്. ഇതൊക്കെ അറിഞ്ഞൂടെ എന്താ യൂറിൻ എടുത്തിട്ട് പോവാം. ആണ്ടെ പുതിയ രോഗി ഗൈസ്, ഇങ്ങോട്ട് നോക്ക് രോഗി. ഹലോ, അവിടെ ബലൂണൊക്കെ ഉണ്ട്. ഇവിടെ പുലി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പുലിയുടെ പടമൊക്കെ ഉണ്ട്. റോബോട്ടേ ആണോന്നപ്പോ പുലിയില്ലെന്ന് പറയുന്നു. ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. പക്ഷെ സർക്കസ് അടിപൊളി. പക്ഷേ ഞങ്ങള് കണ്ടില്ല. ഭയങ്കര പൈസ, 250, 300, 400 രൂപ, 350 രൂപയൊക്കെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ പൈസ നമുക്ക് നല്ലൊരു ബിരിയാണി കഴിക്കാം. നല്ല ബിരിയാണി, 2 ബിരിയാണി കഴിക്കാം. എന്തിനാ വെറുതെ പൈസ വെറുതെ കളയാൻ? അത്രയ്ക്കുള്ള കോടീശ്വരൊന്നുമല്ല നമ്മള്. കേറ്റണം. എന്റെ കുഞ്ഞാണ് പറഞ്ഞ കേട്ടോ, അവനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മള് കേറ്റണം. പക്ഷെ അവനാ ഫസ്റ്റേ പറഞ്ഞ വേണ്ടെന്ന്.
അതിനുള്ളത് കാണാൻ വഴിയില്ല. എന്താന്ന് വെച്ചാ വേണ്ട, തിരിച്ചു ഫുഡ് വന്നു കേസ് തീരാറായി. മന്തിയാണ് നമ്മൾ വാങ്ങിച്ചത്, പെരി പെരി മന്തി. നമ്മൾ വ്ലോഗ് എടുക്കാൻ മറന്നു ഫുഡ്. ജ്യോതിയമ്മ മന്തി എപ്പോഴും കഴിക്കുന്നത് എന്താന്ന് വെച്ചാൽ മന്തി നല്ലതാണ്, ഗുഡ് ഫോർ ഹെൽത്ത് ആണ്. മന്തി എപ്പോഴും കഴിക്കുന്നത് നല്ല കേസ്, ചെലവ് ചുരുക്കാനാ ബെസ്റ്റാ മന്തി. നമ്മള് കഴിച്ചു ഗൈസ് ചെയ്തു, പക്ഷെ യൂറിനും എടുത്തു, കഴിച്ചു കഴിഞ്ഞു, മൊത്തം ഫിനിഷ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കുറച്ചു നേരം നമ്മൾ മന്ദതയിലായിരുന്നു. ഫുള്ള് മന്തി അടിച്ച് വയറ് വീർത്ത് പെരുത്ത്. ലൈറ്റ് ഇട്ടേടാ, ലൈറ്റ് ഇട്ടേടാ, എല്ലാരും ഒന്ന് കാണട്ടെ. ജ്യോതി നമ്മ സമാധിയെ കൊണ്ട് കുഴിച്ചിടയില് സെറ്റാ. ഉണ്ണിക്കുട്ട ഫിറ്റാ. നീ ഇങ്ങനെ സംസാരിക്കുമ്പോ ആൾക്കാരുടെ ശരിക്കും ഞാൻ മടിക്കറിയുന്നിട്ടായിരിക്കും. ചായ കുടിക്കണം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഫിറ്റാ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. ടാറ്റയെങ്കിലും കൊണ്ട് ടാറ്റ.